ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് സൂറത്തുൽ ബുറൂജ്, പരിശുദ്ധ ഖുർആൻ പഠനമാണ്. അതിന്റെ തുടർച്ചയാണ്. മറ്റു സൂറത്തുകൾ നാം ഇതിൽ നേരത്തെ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുകയും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങളും കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വലിയ മഹത്വമുണ്ട്. അർത്ഥവും ആശയവും മനസ്സിലാക്കി പാരായണം ചെയ്യുമ്പോൾ കൂടുതൽ മഹത്വമുള്ളതാണ്. അത് എത്ര പഠിച്ചാലും തീരാത്ത അത്രയും ആയമുള്ളതാണ്. കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. സ്ക്രീനിൽ ആ പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ സ്ക്രീനിൽ നൽകാം. സൂറത്തുൽ ബുറൂജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ ദാത്തിൽ ബുറൂജ് واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير إن بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ ചെറിയ രീതിയിലുള്ള ആശയ പഠനത്തിലേക്ക് പോകാം. അൽ ബുറൂജ്, ബുറൂജ് എന്ന പദത്തിന്റെ പ്രയോഗം ഇവിടത്തേക്ക് വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങും. വസ്സമാഇ ദാത്തിൽ ബുറൂജ്. വസ്സമാഇ ആകാശത്തെ തന്നെയാണ് സത്യം. ദാത്തിൽ ബുറൂജ്, ബുറൂജ് ഉള്ള ആകാശത്തെ തന്നെയാണ് സത്യം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീനായ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് അല്ലെങ്കിൽ ലീഡർ എന്നറിയപ്പെടുന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ വ്യാഖ്യാനം ഇത് തഫ്സീർ തുബരിയുടെ ഉദ്ധരണിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. വസ്സമാഇ ദാത്തിൽ ബുറൂജ് ഖാല ഇബ്നു അബ്ബാസിൻ ഖുസൂറുൻ ഫിസ് സമാഇ, ആകാശങ്ങളിലുള്ള കൊട്ടാരങ്ങൾ. ഖാല ഗൈറുഹു ബൽ ഹിയൽ കവാക്കിബ്, നക്ഷത്രങ്ങളാണ് എന്ന് വ്യാഖ്യാനം. അത് മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ. ദാത്തിൽ ബുറൂജ് എന്ന് പറഞ്ഞാൽ അൻ-നുജൂം, നക്ഷത്രങ്ങളാണ്. അപ്പോ കുറെ തട്ടുകൾ അല്ലെങ്കിൽ കുറെ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പ്രയോഗമാണ് ദാത്തുൽ ബുറൂജ്. അപ്പൊ ഇതൊക്കെ ഉള്ളതാണ് ആകാശം. ഈ ആകാശ ലോകത്തെ തന്നെയാണ് സത്യം. സത്യം ചെയ്യുന്നതിന്റെ മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, ആവർത്തിക്കുന്നില്ല. ആദർശപരമായി, അത്ഭുതകരമായി അല്ലെങ്കിൽ വിശ്വാസപരമായി പഠിക്കാൻ ഉള്ള കാര്യമാണ് എന്ന് സൂചിപ്പിക്കാനാണ് പലപ്പോഴും ഖസം, സത്യം ഉപയോഗിക്കുന്നത്. വൽ യൗമിൽ മൗഊദ്, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉപയോഗിക്കുന്നതിന്റെ മാനദണ്ഡമാണ് ഇപ്പൊ പറഞ്ഞത് സത്യത്തെ കുറിച്ച്. വൽ യൗമിൽ മൗഊദ്, യൗം എന്ന് പറഞ്ഞ ദിവസം, മൗഊദ് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസത്തെ തന്നെയാണ് സത്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് തഫ്സീർ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, അൽ യൗമുൽ മൗഊദു യൗമുൽ ഖിയാമ. ഇവിടെ പറഞ്ഞ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറയുന്നത് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളാണ്.
വശാഹിദിൻ വമഷ്ഹൂദ്, വശാഹിദിൻ വമഷ്ഹൂദ്, ഷാഹിദ് മഷ്ഹൂദ്. എന്താണ്? ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതിന്റെ അർത്ഥം അഷാഹിദു, ഷാഹിദ് എന്ന് പറഞ്ഞാൽ യൗമുൽ ജുമുഅ. ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷി നിൽക്കുന്നത് എന്നാണ് അതിന്റെ ഒരർത്ഥം, വാക്കർത്ഥം. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ജുമുഅ, ജുമുഅ ദിവസമാണ്. വൽ മഷ്ഹൂദ്, മഷ്ഹൂദ് എന്ന് പറഞ്ഞാൽ യൗമു അറഫ, അറഫ ദിവസമാണ്. മറ്റൊരു തഫ്സീർ, മുജാഹിദ് റളിയല്ലാഹുവിന്റെ തഫ്സീർ, ഷാഹിദിൻ വ മഷ്ഹൂദ് എന്ന് പറഞ്ഞാൽ, ഷാഹിദ് എന്ന് പറഞ്ഞാൽ ഇൻസാൻ, മനുഷ്യനാണ്. മഷ്ഹൂദ് എന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ, സാക്ഷി നിൽക്കപ്പെടുന്നത്. അപ്പോ അത് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളാണ്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട രണ്ട് സംഗതികളാണ്, മനുഷ്യൻ, അതുപോലെ പ്രധാന ദിവസമായ വെള്ളിയാഴ്ച ദിവസം. ഇതൊരാൾക്ക് ഷാഹിദാണ്. പരലോകത്തെത്തുമ്പോ ഇത് എന്നെ പരിഗണിച്ച ആളാണെന്ന് പറയാൻ പറ്റുന്ന വിധം ഒരു ബഹുമാന്യമായ സമയമാണ്. ആ സമയം പരലോകത്ത് നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ സാധ്യതയുള്ള ഒരു വലിയ സംഭവമാണ്. അതുപോലെ സാക്ഷി നിൽക്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് വരാവുന്നതാണ് പരലോകം. അപ്പൊ ആ അർത്ഥത്തിൽ യൗമുൽ ഖിയാമ പരലോകത്ത് തന്നെയാണ് സത്യം. അപ്പൊ അതൊക്കെ വലിയ വിഷയങ്ങളാണ് എന്നുള്ള സൂചനയുണ്ട്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, അസ്ഹാബുൽ ഉഖ്ദൂദ്, ഖുതില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു എന്നാണ് വാക്കർത്ഥം. അവിടെ ഇവിടെ ഒരു ഫ്രൈസ് ആണ്. എന്തിനാണ് ആ ഫ്രൈസ് ഉപയോഗിക്കുന്നത്? അതായത് ഇതൊരു ആക്ഷേപിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. എന്താണ് ഈ സമൂഹം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറയും, അതുപോലെ പറയുന്ന ഒരു ഫ്രേസ് ആണ് ഇവിടെ. അസ്ഹാബ് എന്ന് പറഞ്ഞ വക്താക്കൾ, സാഹിബ് അസ്ഹാബ്. അൽ ഉഖ്ദൂദ്, ഉഖ്ദൂദ് എന്ന് പറഞ്ഞാൽ വലിയ കുഴികൾ. അപ്പൊ വലിയ കുഴികൾ ഉണ്ടാക്കിയ ആൾക്കാർ, അതിന്റെ ചരിത്രം ശേഷം 2-3 രീതിയിൽ ശേഷം തഫ്സീർ ഉദ്ധരിച്ച് പറയാം. ഖബറും മിനല്ലാഹി അനിന്നാരി അന്നഹ ഖതലതുഹും, ആ തീയെ കുറിച്ച്, ഇതൊരു വലിയ ഒരു തീക്കുണ്ടമാണ്. ആ തീക്കുണ്ടത്തെ കുറിച്ച്, അതിന്റെ ആൾക്കാരെ കുറിച്ച് അവര് നശിച്ച്, ഖത്ലിഹിം എന്ന് പറഞ്ഞാല് അവര് അതവരെ നശിപ്പിച്ചിരിക്കുന്നു, അവർക്ക് വലിയ നാശമായി അത് മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് അവിടെ പരാമർശിച്ചത്. ചരിത്രപരമായ വലിയൊരു സംഭവമാണ്. ഹദ്ദസന ഇബ്നു അമീദ് ഹദ്ദസന യാഖൂബ് ഇബ്നുൽ ഖമ്മി അൻ ജഅഫർ അൻ ഇബ്നു അബ്സി ഖാല ലമ്മാ റജഅൽ മുഹാജിറൂന മിൻ ബഅദി വസ്വാതിഹിം ബലാഹും നഇ ഉമർ ഇബ്നുൽ ഖത്താബ്. മുഹാജിരീങ്ങളായ സ്വഹാബത്ത് ഒരു വസ്വത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം വിവരറിഞ്ഞു. ഫഖാല ബഅദുഹും ലിബഅദിൻ അയ്യുൽ അഹ്കാമി തജ്രി ഫിൽ മജൂസി. അപ്പൊ അവിടെ നിന്ന് ഒരു ചർച്ച നടക്കുകയാണ്. ഈ മജൂസികൾ ഏത് വിഭാഗത്തിലാണ് പെടുക? അവർ അഗ്നി ആരാധകരാണല്ലോ, അവരേതെങ്കിലും പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട സമൂഹമാണോ? അങ്ങനെയാണ് ചർച്ച നടക്കുന്നത്. വൈന്നഹും ലൈസൂ ബി അഹ്ലി കിതാബിൻ, അവർ പ്രവാചകന്മാരുടെ ആൾക്കാരല്ല, കിതാബിന്റെ ആൾക്കാരല്ല. വലൈസൂ മിൻ മുശ്രിക്കിൽ അറബി, അവരാണെങ്കിൽ അറബി മുശ്രിക്കുകളിലും പെട്ടവരല്ല. ഫഖാല അലി ഇബ്നു അബീ ത്വാലിബ്, അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് കാനു അഹ്ല കിതാബിൻ, അവർ പണ്ട് കിതാബിന്റെ ആൾക്കാരായിരുന്നു. വഖദ് കാനത്തിൽ ഖംറു ഉഹില്ലത്ത് ലഹും, അവർക്ക് കള്ളു കുടിക്കാമായിരുന്നു. ഫശരിബഹ മലിക്കും മിൻ മുലൂക്കിഹി, അവരുടെ രാജാക്കന്മാരിൽ ഒരു രാജാവ് കള്ളു കുടിച്ചു. ഹത്താ സമുല മിൻഹ, അങ്ങനെ അയാൾ മസ്തായി. ഫതനാവല ഉഖ്തഹു ഫവഖഅ അലൈഹ, തന്റെ പെങ്ങളെ, സഹോദരിയെ അവര് വീഴ്ച നടത്തി ലൈംഗികമായി ബന്ധപ്പെട്ടു. ഫലമ്മ ദഹബാൻഹു സുക്രു, അങ്ങനെ മസ്ത് പോയപ്പോ അതൊരു വിഷയമായി. കാലലഹ വൈഹക്, ഇതെന്താ സംഭവിച്ചത്? വളരെ മോശമായി പോയല്ലോ, ഇതിനി എന്ത് ചെയ്യും? ഫമൽ മുഖ്രിജു മിമ്മ ബുത്തുലിയത്തു ബിഹി, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? ഫമൽ മഖ്റജു മിമ്മ ബുത്തുലിയത്തു ബിഹി, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചർച്ച വന്നു. ഫഖാലത്ത് ഉഖ്തു ബിന്നാസ, ഇവള് പറഞ്ഞു കൊടുത്തു, ഈ പെണ്ണ് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ജനങ്ങളോട് പ്രസംഗിക്കും, എന്നിട്ട് പറ, ഫഖുൽ യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് അഹല്ല നിക്കാഹൽ അഖവാത്തി, അല്ലാഹു സഹോദരിമാരെ വിവാഹം ചെയ്യുന്നത് അനുവദിച്ചിട്ടുണ്ട് എന്ന് പ്രസംഗിക്കും. ഫഖാമ ഖതീബൻ, അങ്ങനെ പ്രസംഗിച്ചു. ഫഖാല യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഖദ് അഹല്ല നിക്കാഹൽ അഖവാത്തി, അല്ലാഹു സഹോദരിമാരെ വിവാഹം ചെയ്യാം, അത് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖാലന്നാസു ഇന്നാ നബ്റഉ ഇലല്ലാഹി മിൻ ഹാദൽ ഖൗൽ, ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇത് അംഗീകരിക്കൂല, ഞങ്ങൾ അള്ളാഹുവിന്റെ നിയമത്തെ അംഗീകരിക്കൂ. മാ അതാനാ ബിഹി നബിയുൻ, പ്രവാചകന്മാരാരും ഇങ്ങനെ ഒരു ആദർശം കൊണ്ടുവന്നിട്ടില്ലല്ലോ. വലാ വജദ്നാഹു ഫീ കിതാബില്ലാഹി, അള്ളാഹുവിന്റെ കിതാബിലും അങ്ങനെ ഇല്ലല്ലോ. ഫറജഅ ഇലൈഹ നാദിമൻ, അയാള് സങ്കടത്തോടെ ഈ പെണ്ണിന്റെ അടുത്തേക്ക് ചെന്നു.
ഫഖാല ലഹാ വൈഹക് ഇന്നന്നാസ ഖദ് അബൗ അലയ്യ അൻ യുഖിറു ബിദാലിക്, ജനങ്ങൾ ഇത് അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഫഖാലത് ഉബ്സുത്തു അലൈഹിമുസ് സിയാത്ത, അപ്പോ ചാട്ടവാറ് നടപ്പാക്കാൻ പറഞ്ഞു. ഫഫഅല, അടിക്കാൻ പറഞ്ഞു. ഫബസത്ത അലൈഹിമുസ് സിയാത്ത, അങ്ങനെ ചാട്ടവാർ അടിച്ചു. ഫഅബൗ അൻ യുഖിറു, അപ്പോഴും അവരനുസരിച്ചില്ല. ഫറജഅ ഇലൈഹ നാദിമൻ, വീണ്ടും പെണ്ണിന്റെ അടുത്ത് ചെന്നു. ഫഖാല ഇന്നഹും അബൗ അൻ യുഖിറു, അവരനുസരിക്കില്ല എന്ന് പറഞ്ഞു. ഫഖാല ദുഖ്തുബുഹും, അവരോട് പ്രസംഗിക്കും. ഫഇന്ന അബൗ ഫജർരിദ് ഫീഹിമുസ് സൈഫ, അതിനെ സംബന്ധിച്ചിട്ടില്ലെങ്കിൽ വാൾ ഉപയോഗിക്കാൻ പറഞ്ഞു, കൊല്ലാൻ പറഞ്ഞു. ഫഫഅല ഫഅബ അലൈഹിൻ നാസ്, എന്നിട്ടും ജനങ്ങൾ അനുസരിച്ചില്ല. ഫഖാല ലഹ ഖദ് അബ അലയ്യൻ നാസ്, അതും അനുസരിക്കുന്നില്ല. ഫഖാലത്ത് ഖുദ്ദ ലഹുമുൽ ഉഖ്ദൂദ്, എന്നാൽ വലിയ കുണ്ടുണ്ട്, തീക്കുണ്ടുണ്ടാക്കാൻ പറഞ്ഞു. സുമ്മ അരിദ് അലൈഹ മംലക് അഹ്ല മംലത്തിക്, നിങ്ങളെ അധികാരപ്പെട്ട ജനങ്ങളെയൊക്കെ വലിയ തീക്കുണ്ടുണ്ടാക്കിയിട്ട് അതിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഫമൻ അഖറ, അനുസരിച്ചാൽ ഓക്കെ, വൈല്ല ഫഖദിഫുഹു ഫിന്നാർ, ആ തീയിൽ ഇടാൻ പറഞ്ഞു. ഫഫഅല, അങ്ങനെ ചെയ്യും. സുമ്മ അറദ അലൈഹ അഹ്ല മംലകത്തിഹി, അങ്ങനെ ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി. ഫമല്ലം യുഖിറ മിൻഹും ഖദഫഹു ഫിന്നാർ, അനുസരിക്കാത്തവരെയൊക്കെ അതിലേക്ക് ഇടാൻ തുടങ്ങി. ഫഅൻസലല്ലാഹു ഫീഹിം, അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ ഉഖ്ദൂദിന്റെ ആൾക്കാർ വളരെ മോശം തന്നെ. അന്നാരി ദാത്തിൽ വഖൂദ്, അത് വലിയ തീയാണ്, ആ കുണ്ടുകൾ. എന്നിട്ട് അങ്ങനെ ഇലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് എന്നത് വരെ ആ ഭാഗം എന്ത് ചെയ്തു? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്, അത് തീയാണ്, കത്തിക്കുന്ന തീയാണ്. ഇദ്ഹും അലൈഹ ഖുഊദ്, അവർ അലൈഹ, ആ തീയുടെ അടുക്കൽ ഖുഊദ്, പോയി ഇരിക്കുകയാണ്. വഹും, അവർ അലാമാ യഫ്അലൂൻ ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ ഈ പിടിച്ചു തീയിലിടുന്നത് ഷുഹൂദ്, അവരിങ്ങനെ കണ്ടു നിൽക്കുകയാണ്. ഒമാ നഖമു, അവര് ശിക്ഷിക്കുന്നത് എന്തിന്റെ പേരിലാ? മിൻഹും, അവരെ ശിക്ഷിക്കുന്നത് ഇല്ല യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അള്ളാഹുവിനെ വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രമാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഈ ഭാഗം ഇറങ്ങുന്നത് അങ്ങനെയാണ്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആ അള്ളാഹുവിനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം, അധികാരം. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു അവർ ചെയ്യുന്ന എല്ലാറ്റിനും സാക്ഷിയാണ്. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളെയും വിശ്വാസിനികളെയും അവര് ഈ നശിപ്പിക്കുന്നത്, ഹറഖൂഹും, അവർ ഈ തീയിലിട്ടത്, ആ തീയിലിട്ട കൂട്ടവർ, സുമ്മലം യതൂബു, എന്നിട്ട് തൗബ ചെയ്യാതെ അങ്ങനെ ഇരുന്ന കക്ഷികൾ, ഫലഹും അദാബു ജഹന്നം, അവർക്ക് നരകശിക്ഷയുണ്ട്. വലഹും അദാബുൽ ഹരീഖ്, അവർക്ക് അവരെ കരിച്ചു കളയുന്ന ശിക്ഷയുണ്ട്. ഫലം യസാലു മുൻദു ദാലിക യസ്തഹില്ലൂന നിക്കാഹൽ അഖവാത്ത്, മജൂസികൾ അവിടുന്ന് ഇങ്ങോട്ടാണ് സഹോദരിമാരെ വിവാഹം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. വൽ ബനാത്തി വൽ ഉമ്മഹാത്ത്, അതുപോലെ പെൺമക്കളെയും ഉമ്മമാരെയും വിവാഹം ചെയ്യാമെന്ന് തീരുമാനിച്ച കൂട്ടരാണ് ഈ മജൂസികൾ. ഇങ്ങനെ ഒരു വലിയ ഒരു ചരിത്രം സൂചിപ്പിക്കുന്നത് കൂടിയാണ് അന്നാരി ദാത്തിൽ വഖൂദ്, ആ ഉഖ്ദൂദ് എന്ന് പറഞ്ഞ തീക്കുണ്ടത്തിന്റെ ആൾക്കാർ. ഇൻഷാ അല്ലാഹ് തുടർന്നും നമുക്ക് ബാക്കി ഭാഗങ്ങൾ കുറഞ്ഞ ഭാഗങ്ങളാക്കിയിട്ട് ചർച്ച ചെയ്യാം. അള്ളാഹു ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി പാരായണം ചെയ്യാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖൂദ്, ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തന്നെ ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് പറയാനുണ്ട്. അവസരോചിതമായി നമുക്ക് പറയാം. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.